നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ഡാനിയ. പ്രധാന വാർത്തകൾ. രാഷ്ട്ര പുരോഗതിക്കും സാമൂഹ്യനീതിക്കും ബാങ്കുകൾ ക്രിയാത്മകമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. രാജ്യത്തെ ബാങ്കുകൾ നടത്തുന്നത് ആരോഗ്യപരമായ മത്സരമെന്നും മന്ത്രി. കണിച്ചാർ പഞ്ചായത്ത് 5ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ 78% പോളിംഗ്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് നടക്കും. ദക്ഷിണേന്ത്യൻ ചരിത്ര കോൺഗ്രസിന് ശനിയാഴ്ച കണ്ണൂരിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്ര പുരോഗതിക്കും സാമൂഹ്യനീതിക്കും ബാങ്കുകൾ ക്രിയാത്മക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പേരാവൂർ പഞ്ചായത്തിലെ വെള്ളർവള്ളിയെ മാതൃകാ ഗ്രാമമാക്കി ഏറ്റെടുക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ന് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സേവന സന്നദ്ധമായ കാരുണ്യപ്രധാനമായ ബഹുമുഖ പരിപാടികളുടെ ഒരു മുഖമാണ് നിങ്ങളും ഞാനും ഇന്നിവിടെ ദർശിച്ചത്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ബാങ്കിങ് സമ്പ്രദായവും ബാങ്കിങ് മേഖലയും പ്രത്യേകിച്ച് സമ്പന്ന വിഭാഗത്തെയോ അതല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രത്യേകമായ ഏതെങ്കിലും വിഭാഗത്തെ സഹായിക്കാനും വ്യാവസായിക മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ച് സഹായിക്കാനും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് മാറി രാജ്യത്തെ ബാങ്കുകൾ തമ്മിൽ ആരോഗ്യപരമായ മത്സരമാണ് നടക്കുന്നത്. ഒരു കാലത്ത് വ്യാവസായിക മേഖലയെ സഹായിക്കാനായിരുന്നു ബാങ്കുകൾ. എന്നാൽ ഇന്നത് മാറി. ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളിലേക്ക് പുരോഗതി എത്തിയാലേ രാഷ്ട്ര പുരോഗതി ഉണ്ടാകൂ എന്ന് ഗാന്ധിജി പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനാരും തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളർവള്ളി ഗ്രാമത്തെ ഏറ്റെടുക്കാനുള്ള റിസർവ് ബാങ്കിന്റെ തീരുമാനം ഗ്രാമങ്ങളുടെ പുരോഗതിക്ക് വഴിതെളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തുണ്ടി സെന്റ് ജോൺസ് യു പി സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ RBI റീജിയണൽ ഡയറക്ടർ S. രാമസ്വാമി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK നാരായണൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ AP കുട്ടികൃഷ്ണൻ, കാനറ ബാങ്ക് ജനറൽ മാനേജർ NR വെങ്കിട്ടരാമണി, NMGB ചെയർമാൻ രാമപ്രകാശ്, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് ബീഗം, ഫാദർ അബ്രഹാം പോണാട്ട്, ധനലക്ഷ്മി ബാങ്ക് MD ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിതാഭ് ചതുർവേദി, PK സുധീർ ബാബു എന്നിവർ പങ്കെടുത്തു. കണിച്ചാർ പഞ്ചായത്ത് 5ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ 78% പോളിംഗ് നടന്നു. കണിച്ചാർ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ UP സ്കൂളിൽ നടന്ന വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. കണിച്ചാർ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ UP സ്കൂളിൽ നടന്ന വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. 78% പോളിംഗ് രേഖപ്പെടുത്തി. ആകെയുള്ള 1052 വോട്ടർമാരിൽ 820 പേർ വോട്ടവകാശം രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് കണിച്ചാർ പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. 9 മണിയോടെ ഫലമറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടുപുഴയിൽ അനധികൃത മണൽ വാരൽ വ്യാപകമാകുന്നു. ഇരിട്ടി കൂട്ടുപുഴ അന്തർ സംസ്ഥാന പാതയുടെ സമീപത്താണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ മണലൂറ്റ് നടക്കുന്നത്. ഇരിട്ടി കൂട്ടുപുഴ അന്തർ സംസ്ഥാന പാതയോട് ചേർന്ന് പുഴയിൽ നിന്ന് രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് മണലൂറ്റ് നടക്കുന്നത്. പുഴയ്ക്കു കുറുകെ മുളകൊണ്ട് പാലം തീർത്ത് ലോഡ് കണക്കിന് മണലാണ് നടത്തുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെയുള്ള മണലൂറ്റ് അധികൃതരുടെ ഒത്താശയോടെയാണെന്നാണ് ആരോപണമുയരുന്നത്. ആദിവാസികൾക്കായി ജില്ലാ പഞ്ചായത്ത് കീഴ്പള്ളി വിയറ്റ്നാമിൽ നിർമ്മിച്ച നവജീവൻ ഗ്രാമം ഇന്ന് ജീവൻ. ഇവിടെ നിർമ്മിച്ച 24 വീടുകളിൽ 4 വീടുകളിൽ മാത്രമാണ് താമസക്കാരുള്ളത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആദിവാസികൾക്ക് വേണ്ടി 24 വീടുകൾ നിർമ്മിച്ച കീഴ്പള്ളി നവജീവൻ ഗ്രാമമാണ് ഇത്. 24 വീടുകൾ നിർമ്മിച്ചു നൽകിയെങ്കിലും 4 വീടുകളിൽ മാത്രമാണ് ഇവിടെ താമസിക്കാൻ ആളുള്ളത്. 2008-2009 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വീടിന്റെ നിർമ്മാണത്തിന് ശേഷം 24 വീടുകളുടെയും താക്കോൽ കൈമാറി. നിർമ്മിച്ച വീടുകളിൽ ആൾതാമസമില്ലാത്തതിനാൽ കാടുകയറി നശിക്കുകയാണ്. ഇതുതന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ശിശുമന്ദിരത്തിന്റെയും സാംസ്കാരിക നിലത്തിന്റെയും അവസ്ഥ. 25 ഏക്കർ സ്ഥലത്താണ് 24 വീടുകളും സാംസ്കാരിക നിലയവും ശിശുമന്ദിരവും സ്ഥിതി ചെയ്യുന്നത്. ശിശുമന്ദിരവും സാംസ്കാരിക നിലയവും ഇനിയും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചില്ല. വീടിനു പുറമെ 1 ഏക്കർ സ്ഥലം ആദിവാസികൾക്ക് നൽകിയിട്ടുണ്ട്. നവജീവൻ ഗ്രാമത്തിൽ വെള്ളം, വെളിച്ചം, ടാർ ചെയ്ത റോഡ്, വന്യമൃഗങ്ങളിൽ നിന്ന് ആദിവാസികളെ രക്ഷിക്കാൻ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ആരും താമസത്തിനെത്തുന്നില്ല. സ്ഥിരമായി 4 കുടുംബങ്ങൾ മാത്രമാണ് ഈ ഗ്രാമത്തിൽ താമസിക്കുന്നത്. ആറളം ഫാമിലും പരിസരങ്ങളുമായി ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ആദിവാസി ഭവന നിർമ്മാണം പുരോഗമിക്കുന്നത്. ആദിവാസികൾക്ക് സർക്കാർ വീട് നിർമ്മിച്ചു നൽകുന്നതോടൊപ്പം അവരെ ഈ വീടുകളിൽ താമസിപ്പിക്കാനുള്ള നടപടിയും സ്വീകരിക്കണം. ക്യാമറാമാൻ സജേഷ് നാമത്തിനോടൊപ്പം നവജീവൻ ഗ്രാമത്തിൽ നിന്നും ജിജേഷ്. ഇരിട്ടിയിൽ നിന്ന് മലയോര മേഖലയിലേക്ക് ട്രിപ്പ് മുടക്കുന്ന ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി ആരംഭിച്ചു. വ്യാഴാഴ്ച മാട്ടറയിലേക്കുള്ള ട്രിപ്പ് മുടക്കിയ 2 ബസ്സുകൾക്ക് മെമ്മോ നൽകിയതായി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PP സനീഷ് അറിയിച്ചു.
ശ്രീകണ്ഠാപുരം കോട്ടൂർ പുഴയുടെ ഇരുവശങ്ങളിലും കരയിടിച്ചിൽ രൂക്ഷമായി. കരയിടിച്ചിൽ ശ്രീകണ്ഠാപുരം ഇരിട്ടി സംസ്ഥാന പാതയ്ക്കടക്കം ഭീഷണിയായി മാറിയിട്ടുണ്ട്. കോട്ടൂർപ്പുഴ മുതൽ മടമ്പുഴ വരെയുള്ള ഭാഗങ്ങളിലാണ് കരയിടിച്ചിൽ രൂക്ഷമായിരിക്കുന്നത്. അനധികൃത പൂഴിവാരലാണ് കരയിടിച്ചിൽ രൂക്ഷമാവാൻ കാരണം. ഓരോ കാലവർഷം കഴിയുന്തോറും പുഴയുടെ കര ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കരയുടെ ഇരുവശങ്ങളുമുള്ള വൻമരങ്ങൾ കടപുഴകി വീഴുന്ന അവസ്ഥയാണ്. ഇതുമൂലം പുഴയുടെ ഗതി തന്നെ മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഗ്രാമപ്രദേശത്തെ ജനങ്ങളുടെ ആശ്രയമായ കുളിക്കടവുകളും ഇതോടെ അപ്രത്യക്ഷമാവുന്നുണ്ട്. ശ്രീകണ്ഠാപുരം ഇരിട്ടി സംസ്ഥാന പാതയുടെ ഒരു വശത്തുകൂടിയാണ് പുഴ ഒഴുകുന്നത്. കരയിടിച്ചിൽ കാരണം സംസ്ഥാന പാത തന്നെ അപകട ഭീഷണിയിലാണുള്ളത്. അനധികൃത പൂഴിവാരൽ നിർത്തി കരയിടിച്ചിൽ നിന്നും പുഴയെ സംരക്ഷിക്കണമെന്ന ആവശ്യം നാട്ടുകാരിൽ ശക്തമാണ്. പേരാവൂർ സെന്റ് ജോസഫ് ഫൊറോന ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച കുട്ടികളുടെ ദിനമായി ആചരിച്ചു. കുർബാന, നൊവേന എന്നിവ നടന്നു. സെന്റ് ജോസഫ് നഴ്സറി സ്കൂൾ കലോത്സവവും നടന്നു. കൃഷി ചെയ്ത് ജീവിക്കാനുള്ള മോഹം കാട്ടുപന്നി തകർത്തതിന്റെ വിഷമത്തിലാണ് ഈ യുവാക്കൾ. പേരാവൂർ പെരുമുന്നയിൽ പാട്ടത്തിനെടുത്ത് 4 ഏക്കർ സ്ഥലത്ത് ഇവർ നടത്തിയ കപ്പ കൃഷിയിൽ ഏറിയ പങ്കും കാട്ടുപന്നി നശിപ്പിച്ചു കഴിഞ്ഞു. പെരുമുന്ന സ്വദേശി ഉറമ്പക്കൽ ജിപ്സൺ, ഉളിക്കൽ സ്വദേശി കുന്നേൽ ബിജു, അറബി സ്വദേശി കുന്നേൽ ലെനി എന്നിവർ ചേർന്ന് പെരുമ്പുന്നയിൽ പാട്ടത്തിനടുത്ത 4 ഏക്കർ സ്ഥലത്താണ് കപ്പ കൃഷി നടത്തുന്നത്. 6000 ചൂട് കപ്പ നട്ടതിൽ 1000 ചൂട് കാട്ടുപന്നി നശിപ്പിച്ചു. കാട്ടുപന്നി ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ കൃഷിയിടത്തിന് ചുറ്റും വല കൊണ്ട് വേലി കെട്ടിയെങ്കിലും ഫലപ്രദമായില്ല. 1 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഇവർ കൃഷി നടത്തിയത്. കാട്ടുപന്നി കപ്പ നശിപ്പിച്ചതിനാൽ 15000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഇവർ പറയുന്നു. നഷ്ടപരിഹാരത്തിന് കൃഷിവകുപ്പ് അധികൃതരെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നഷ്ടപരിഹാരം നൽകാതെ ഒഴിവാക്കുകയായിരുന്നെന്ന് ഇവർ പറയുന്നു. പന്നി എല്ലാ ദിവസവും വന്ന് തിന്നല്ലാതെ ഞങ്ങൾക്ക് ഇതിനുള്ള ഒരു നേട്ടം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ലോൺ എടുത്ത പൈസ അടയ്ക്കാനുള്ള കപ്പകരം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതിനകത്തുനിന്ന് ഇതിന് ബുദ്ധിമുട്ട് സർക്കാരിൽ നിന്ന് ഒരു സഹായം ഞങ്ങൾക്ക് തന്നിട്ടില്ല. സർക്കാർ കൃഷി ഓഫീസിൽ ചോദിച്ചപ്പോൾ അത് ഇൻഷുർ ചെയ്യണമെങ്കിൽ മുഴുവൻ കപ്പ ഇൻഷുർ ചെയ്യണം, മുഴുവൻ കപ്പയും പോയാലേ അതിന് പൈസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പേരാവൂർ പുരളിമല മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച തിരുവപ്പന, വെള്ളാട്ടം, പയങ്കുറ്റി വെള്ളാട്ടം എന്നിവ നടന്നു. വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് സാമൂഹ്യ നാടകം നടക്കും. പുരളിമല മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച തിരുവപ്പന, വെള്ളാട്ടം, അന്നദാനം, പയങ്കുറ്റി വെള്ളാട്ടം, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവ നടന്നു. വെള്ളിയാഴ്ച തിരുവപ്പന, വെള്ളാട്ടം, അന്നദാനം, പയങ്കുറ്റി വെള്ളാട്ടം, ചുറ്റുവിളക്ക്, ദീപാരാധന, രാത്രി 9 മണിക്ക് സാമൂഹ്യ നാടകം എന്നിവ നടക്കും. സർഫാസി ആക്ടിലൂടെ ബാങ്കുകൾ കർഷകരെ ദ്രോഹിക്കുകയാണെന്ന് കർഷക സംഘടന ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ചെമ്പേരി ആരോപിച്ചു. വായ്പ തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ ഈടുവസ്തു കൈവശപ്പെടുത്തുന്നതിൽ നിന്നും കൃഷിഭൂമിയെ ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചരമം ഏടൂർ മരുതാവിലെ ചെറുകാനായിൽ സെബാസ്റ്റ്യൻ എന്ന പാപ്പു നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഏടൂർ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ. പടിയൂർ വട്ടപ്പാറയിലെ അറയ്ക്കൽ ഏലിക്കുട്ടി നിര്യാതയായി 79 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10 മണിക്ക് പടിയൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ. ഉളിക്കൽ കോക്കാട് പയ്യൻ വീട്ടിൽ രോഹിണി നിര്യാതയായി 55 വയസ്സായിരുന്നു. വെളിമാനം കുന്നലയിൽ മത്തായി എന്ന കുഞ്ഞേപ്പ് നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രപുരോഗതിക്കും സാമൂഹ്യനീതിക്കും ബാങ്കുകൾ ക്രിയാത്മകമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. രാജ്യത്തെ ബാങ്കുകൾ നടത്തുന്നത് ആരോഗ്യപരമായ മത്സരമെന്നും മന്ത്രി. കണിച്ചാർ പഞ്ചായത്ത് 5-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ 78% പോളിംഗ്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് നടക്കും. ദക്ഷിണേന്ത്യൻ ചരിത്ര കോൺഗ്രസിന് ശനിയാഴ്ച കണ്ണൂരിൽ തുടക്കമാകും. ന്യൂസ് ടൈം സമാപിക്കുന്നു. ഇനി എഡിറ്റോറിയൽ വോയിസ്. നമസ്കാരം.